ഹല്ലേലൂയ. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, മഹത്വത്തിൻ സാന്നിധ്യം. ഈ ശുശ്രൂഷയിലേക്ക് ഒത്തിരിയേറെ സ്നേഹത്തോടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരങ്ങൾക്കും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ്. 51 സങ്കീർത്തനം 7 തിരുവചനം. ഹൃദയ തകർച്ചയോടെ സങ്കീർത്തകനായ ദാവീദ് കർത്താവിനോട് ഏറ്റുപറയുകയാണ്, ഹിസോപ്പ് കൊണ്ട് എന്നെ പൗത്രീകരിക്കണമേ, ഞാൻ നിർമ്മലനാകും, എന്നെ കഴുകണമേ. നുറുങ്ങിയ ഹൃദയത്തോടെ കർത്താവിൻ്റെ തിരുമുഖത്ത് കണ്ണുറപ്പിച്ച് ദാവീദ് വേദനയോടെ പറയുകയാണ്, കർത്താവേ എന്നെ കഴുകണമേ, ഹിസോപ്പ് കൊണ്ട് എന്നെ പൗത്രീകരിക്കണമേ, ഞാൻ നിർമ്മലനാകും. നമ്മൾ വലിയ ആഴ്ചയിലാണ്. പെസഹ, ദുഃഖവെള്ളി, കർത്താവിൻ്റെ ഉത്ഥാന തിരുനാൾ, ഇതെല്ലാം ഏറെ അനുഭവമായി നമുക്ക് മാറണമെങ്കിൽ നമ്മുടെ ജീവിതങ്ങൾ കർത്താവിനാൽ കഴുകപ്പെടണം. നമ്മുടെ ജീവിതത്തെ കഴുകുവാൻ നമ്മൾ കർത്താവിനെ അനുവദിക്കണം. കർത്താവിൻ്റെ സാന്നിധ്യത്താൽ നമ്മെല്ലാവരും വെണ്മയുള്ളവരാകണം. ഈ ഒരു ആഗ്രഹത്തോടെ ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമ്മെ മലിനപ്പെടുത്തുന്ന എല്ലാ അശുദ്ധതകളിൽ നിന്നും, ലോകത്തിൻ്റെ സകല ജഡമോഹങ്ങളിൽ നിന്നും, നമ്മെ വരിഞ്ഞു മുറുക്കിയിരിക്കുന്ന വിവിധങ്ങളായ ആസക്തികളിൽ നിന്നെല്ലാം നാം കർത്താവിനാൽ കഴുകപ്പെടുവാൻ, വെണ്മയുള്ള പാത്രങ്ങളായി നമ്മളെല്ലാം രൂപപ്പെടുവാൻ നമുക്ക് ഒരുമിച്ച് കർത്താവിനോട് പ്രാർത്ഥിക്കാം. നമ്മുടെ മനസ്സിൻ്റെ ഭാരങ്ങൾ, ഹൃദയത്തിൻ്റെ വേദനകൾ, നമ്മെ അലട്ടുന്ന 100 പ്രതിസന്ധികളെല്ലാം നമ്മുടെ മധ്യയുള്ള കർത്താവിൻ്റെ ബലമുള്ള കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവാണ്. ഒരു നിമിഷം വലതുകരം സ്വർഗത്തിലേക്ക് ഉയർത്തി ഇന്നത്തെ എല്ലാ ശുശ്രൂഷകളെയും പരിശുദ്ധാത്മാവിന് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ ആത്മാവ് എല്ലാം ഏറ്റെടുക്കട്ടെ. നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്കും കുടുംബങ്ങളിലേക്കും കൂട്ടായ്മകളിലേക്കും നമ്മളായിരിക്കുന്ന എല്ലാ തലങ്ങളിലേക്കും പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് പ്രവർത്തിക്കുവാൻ നമുക്ക് ആത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ. ഞങ്ങളുടെ ജീവിതങ്ങളെ കഴുകണമേ, ഞങ്ങളുടെ ജീവിതങ്ങളെ കഴുകണമേ. കർത്താവിന്റെ തിരുച്ചോരയാ, കർത്താവിന്റെ തിരുച്ചോരയാ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. കർത്താവിന്റെ വചനത്താൽ, കർത്താവിന്റെ വചനത്താൽ ഞങ്ങളെ കഴുകണമേ, ഞങ്ങളെ കഴുകണമേ. കർത്താവിന്റെ ആത്മാവിനാൽ, കർത്താവിന്റെ ആത്മാവിനാൽ ഞങ്ങളെ പൗത്രീകരിക്കണമേ, പൗത്രീകരിക്കണമേ. ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. സ്തുതി. നമ്മൾ ഒരുമിച്ച് ദൈവത്തിന്റെ ആത്മാവിനാൽ നിറയപ്പെടുവാൻ ആഗ്രഹിച്ചുകൊണ്ട് കരങ്ങളടിച്ച് സ്നേഹത്തോടെ പാടി പാടി പ്രാർത്ഥിക്കുകയാണ്. ഈ പെസഹ നമുക്ക് വലിയ ആത്മീയ അനുഭവമായി മാറുവാൻ, പുളിപ്പില്ലാതെ പെസഹ ഭക്ഷിക്കുവാൻ, ദുഃഖവെള്ളിയും കർത്താവിന്റെ ഉത്ഥാന തിരുനാളെല്ലാം നമ്മുടെ ജീവിതങ്ങൾക്ക് വലിയ കൃപയായി മാറുവാൻ ആഗ്രഹിച്ച് പരിശുദ്ധാത്മാവേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് നമ്മൾ ഒരുമിച്ച് പാടുകയാണ്. We worship Lord. പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ. യേശുവിനാത്മാവേ എന്നെ ശുദ്ധീകരിക്കണമേ, യേശുവിൻ ശരീരമേ എന്നെ രക്ഷിച്ചരുളണമേ. എല്ലാവരും ചേർന്ന് പാടിക്കേ. യേശുവിന്റെ ആത്മാവേ, പരിശുദ്ധാത്മാവേ, ഹോളി സ്പിരിറ്റ് അനോയിന്റഡ്, കർത്താവിന്റെ തിരുച്ചോരയാൽ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. കർത്താവിന്റെ രക്തശരീരങ്ങളാൽ ഞങ്ങൾക്ക് നിത്യ രക്ഷ നൽകണമേ. യേശുവിൻ തിരുനിണമേ എന്നെ ലഹരിയിലാ
ഹൃത്തട ജലമേ എന്നെ നിത്യം കഴുകണമേ. യേശുവിൻ തിരുനിണമേ, കർത്താവിന്റെ തിരുച്ചോരയാൽ 10,000 ശുദ്ധീകരിക്കപ്പെടട്ടെ. ഞങ്ങളുടെ കുടുംബങ്ങളിലുള്ള ജീവിതങ്ങളിലുള്ള എല്ലാ ശുദ്ധികളും കർത്താവിന്റെ തിരുച്ചോരയാൽ നിർവീര്യമായി പോകട്ടെ. യേശുവിൻ തിരുനിണമേ എന്നെ ലഹരിയിലാക്കണമേ. യേശുവിൻ ഹൃത്തട ജലമേ എന്നെ നിത്യം കഴുകണമേ. ഓ ഹോളി സ്പിരിറ്റ്, ആയിരങ്ങളിലേക്ക് 10,000ങ്ങളിലേക്ക് കൃപയുടെ തീയായി കത്തിപ്പടരണമേ. പരിശുദ്ധാത്മാവേ, എല്ലാ തിന്മയുടെയും പാപത്തിന്റെയും ജഡീകതയുടെയും കെട്ടുകളെ പൊട്ടിക്കണമേ. നിത്യം കഴുകണമേ. ആത്മാവേ, സ്നേഹത്തോടെ വിളിച്ചേ പരിശുദ്ധാത്മാവേ. ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവേ, കരമുയർത്തി സ്വരമുയർത്തി ഹൃദയം തുറന്ന് ഇടിമുഴക്ക ശക്തിയോടെ ഒരു മനസ്സോട് നമ്മൾ വിളിക്കുന്നു. പരിശുദ്ധാത്മാവേ, വരിക 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 വരിക. പരിശുദ്ധാത്മാവേ, ജീവനുള്ള ആത്മാവേ, ജീവനുള്ള ആത്മാവേ, ഞങ്ങൾ ഏറ്റെടുക്കണമേ. എല്ലാ ശുദ്ധികളിൽ നിന്നും ജഡീകതകളിൽ നിന്നും ലോകമോഹങ്ങളിൽ നിന്നും സുഖലോലുപതയിൽ നിന്നും ജീവിതത്തിന്റെ വ്യഗ്രതകളിൽ നിന്നും പരിശുദ്ധാത്മാവേ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആയിരങ്ങളിലേക്ക് വരിക പരിശുദ്ധാത്മാവേ. കുടുംബങ്ങളിലേക്ക് വരിക പരിശുദ്ധാത്മാവേ. ദൈവവചനത്തിനായി സകല ഹൃദയങ്ങളെ തുറക്കുക പരിശുദ്ധാത്മാവേ. അന്ധകാരാധിപത്യ അധികാര ശക്തികളെ ചിതറിക്കുക പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തകർന്നിരിക്കുന്നവരെ, വേദനിച്ചിരിക്കുന്നവരെ പരിശുദ്ധാത്മാവേ പ്രത്യാശ കൊണ്ട് നിറയ്ക്കണമേ. സകല മുഖങ്ങളെ മുടിച്ചു കളയണമേ. എല്ലാ ബന്ധനങ്ങളെയും നിർവീര്യമാക്കണമേ. എല്ലാ പൈശാചിക അടിമത്തങ്ങളെയും പൊട്ടിച്ചു കളയണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കം ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ കഴുകണമേ, ശുദ്ധീകരിക്കണമേ. കർത്താവിനായി, തിരുസഭയ്ക്കായി ഞങ്ങളെ ഓരോരുത്തരെയും നന്മയുള്ളവരാക്കണമേ. ഈ ലോകത്തിന്റെ സകല കറകളിൽ നിന്നും ദൈവത്തിന്റെ ആത്മാവേ ഞങ്ങളെ കഴുകണമേ, 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 കഴുകണമേ. ശുദ്ധീകരിക്കണമേ. കർത്താവിന് യോഗ്യമായ വിധം ജീവിക്കുവാൻ, വിശുദ്ധർക്ക് യോഗ്യമായ വിധം ജീവിച്ച് ഈ ലോകത്തിൽ കർത്താവിന്റെ മഹത്വത്തെ വെളിപ്പെടുത്തുവാൻ ദൈവത്തിന്റെ ആത്മാവെ ഞങ്ങളേവരെയും സഹായിക്കണമേ. അമ്മ മാതാവിന്റെ മാധ്യസ്ഥവും സൗസ്യപിതാവിന്റെ സഹായവും ഞങ്ങൾക്കുണ്ടാകുമാറാകട്ടെ. ആമേൻ. ഹല്ലേലൂയ. നിൻ വചനം ധ്യാനിക്കുമ്പോൾ. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തെ കഴുകി ശുദ്ധീകരിക്കുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥനാപൂർവ്വം നമുക്കായിരിക്കാം. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത് പുളിപ്പില്ലാതെ പെസഹ ഭക്ഷിക്കുക. പുളിപ്പില്ലാതെ പെസഹ ഭക്ഷിക്കുക. നമ്മുടെ ജീവിതങ്ങൾ കർത്താവിൻ്റെ കൃപ കൊണ്ട് മൂടണമെങ്കിൽ, നമ്മുടെ കുടുംബങ്ങളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം പ്രബലപ്പെടണമെങ്കിൽ, നമ്മളായിരിക്കുന്ന എല്ലാ മണ്ഡലങ്ങളിലും കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കണമെങ്കിൽ, നമ്മുടെ ജീവിതങ്ങൾ പുളിപ്പില്ലാത്തതാകണമെന്ന് സ്വർഗത്തിന് നിർബന്ധമുണ്ട്. പലപ്പോഴും നമ്മുടെ ജീവിതങ്ങൾക്ക് എന്തുകൊണ്ടാണ് വേണ്ട വിധം കർത്താവിൻ്റെ ജീവനുള്ള സാന്നിധ്യം അനുഭവിക്കാൻ പറ്റാത്തത്? പലരും പറയാറുണ്ട്, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് അനുഭവം കിട്ടുന്നില്ല. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ഈ വിഷയത്തോട് ബന്ധപ്പെട്ട് ദൈവത്തിൻ്റെ ആത്മാവ് ചില വചനങ്ങൾ നമുക്ക് തരികയാണ്. പുറപ്പാടിൻ്റെ പുസ്തകം 12-ാം അധ്യായം 15-ാം തിരുവചനം. നിങ്ങൾ 7 ദിവസം പുളിപ്പില്ലാത്ത അപ്പം ഭക്ഷിക്കണം. 1-ാം ദിവസം തന്നെ നിങ്ങളുടെ വീടുകളിൽ നിന്ന്
പുളിമാവ് നീക്കം ചെയ്യണം. ഈ വചനത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് തരുന്ന ആലോചന എന്താണ്? നിങ്ങൾ 7 ദിവസം പുളിപ്പില്ലാത്ത അപ്പം ഭക്ഷിക്കണം. ഈ വചനത്തിന് വലിയ അർത്ഥമുണ്ട്. വേദപുസ്തക അടിസ്ഥാനത്തിൽ 7 എന്ന് പറയുന്നത് അത് പൂർണ്ണതയെ സൂചിപ്പിക്കുന്നതാണ്. നിങ്ങൾ 7 ദിവസം പുളിപ്പില്ലാത്ത അപ്പം ഭക്ഷിക്കണം എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതം മുഴുവൻ പുളിപ്പില്ലാത്ത വിശുദ്ധീകരണത്തിൻ്റെ ജീവിതമായിട്ട് മാറണം. കുർബാന അനുഭവം നമുക്കുണ്ടാകണമെങ്കിൽ, കർത്താവിൻ്റെ സാന്നിധ്യം നമുക്ക് സ്വന്തമാക്കാൻ കഴിയണമെങ്കിൽ, കർത്താവിൻ്റെ കൃപയാൽ നമ്മുടെ ജീവിതങ്ങളെല്ലാം പൊതിയപ്പെടണമെങ്കിൽ, എൻ്റെ സഹോദരി സഹോദരങ്ങളെ, നമ്മുടെ ജീവിതങ്ങളിൽ പുളിപ്പുണ്ടാകരുത്. വ്യക്തമായി പരിശുദ്ധാത്മ പറയാണ്, നിങ്ങൾ 7 ദിവസക്കാലം പുളിപ്പില്ലാത്ത അപ്പം ഭക്ഷിക്കണം. നമ്മുടെ ജീവിതത്തിൻ്റെ അവസാന ശ്വാസം വരെ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ, കർത്താവിനെ കണ്ടുമുട്ടി, കർത്താവിനെ അനുഭവിച്ച് അവനോടുള്ള ഐക്യതയിൽ നാം ജീവിക്കുന്നവരായി മാറാൻ സ്വർഗം ആഗ്രഹിക്കുകയാണ്. ഇതിനോട് ബന്ധപ്പെട്ടാണ് അപ്പോസ്തലനായ പൗലോസ് സഭയെ പഠിപ്പിക്കുന്നത്. ഗലാത്യക്കാർക്ക് ലേഖനം 5:9 പറയാണ്, അല്പം പുളിപ്പ് മതി എല്ലാ മാവിനെയും പുളിപ്പിക്കുവാനായിട്ട്. അല്പം പുളിപ്പ് മതി. നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, നമ്മുടെ കുടുംബജീവിതത്തിലാകാം, നമ്മുടെ സമൂഹ ജീവിതത്തിലാകാം, നമ്മൾ വ്യാപരിക്കുന്ന മണ്ഡലങ്ങളിലാകാം. അല്പം തിന്മ മതി, അശുദ്ധി മതി, പാപം മതി അവിടെ മുഴുവൻ താറുമാറാക്കി കളയാൻ, അവിടെയുള്ള ദൈവകൃപയ്ക്ക് മങ്ങലേൽപ്പിക്കാൻ, ദൈവ സാന്നിധ്യത്തെ ഇല്ലാതാക്കാൻ അല്പം പുളിപ്പ് മതി. എൻ്റെ പ്രിയപ്പെട്ടവരെ, വേദപുസ്തക ഭാഷയിൽ എന്താണ് പുളിപ്പ്? പുളിപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ അപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ ഈസ്റ്റ് ഇടുന്ന ആ പുളിപ്പല്ല. ഇവിടെ വചനാടിസ്ഥാനത്തിൽ എന്താണ് പുളിപ്പ്? അപ്പോസ്തലനായ പൗലോസ് സഭയെ പഠിപ്പിക്കുന്നുണ്ട്. കൊരിന്തോസ് സഭയ്ക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 5-ാം അധ്യായം 6, 7, 8 വചനങ്ങൾ. അത് വിശദമായിട്ട് ആ വചനം വായിക്കണം. ആ വചനത്തിൽ ഇപ്രകാരം നമുക്ക് കാണാൻ പറ്റും, നിങ്ങൾ പെസഹ ഭക്ഷിക്കേണ്ടത് പഴയ പുളിപ്പ് കൊണ്ടല്ല. നമ്മുടെ പെസഹ കുഞ്ഞാടായി ക്രിസ്തു ബലിയർപ്പിക്കപ്പെട്ടിരിക്കുന്നു. അശുദ്ധിയും തിന്മയുമാകുന്ന പുളിപ്പ് മാറ്റി നിങ്ങൾ പെസഹ ഭക്ഷിക്കണം. എന്തെന്നാൽ നിങ്ങൾ പുളിപ്പില്ലാത്തവരാകേണ്ടവരാണല്ലോ. എന്താണ് പുളിപ്പ്? അശുദ്ധിയും എല്ലാവിധ തിന്മകളുമാണ് പുളിപ്പ്. വേദപുസ്തക ഭാഷയിൽ പുളിപ്പ് എന്ന് പറയുന്നത് പാപമാണ്. ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് പറയാ, കർത്താവിന്റെ ജനം, യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഒരു ദൈവ പൈതൽ പുളിപ്പില്ലാത്തവളായി ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. പൗലോസ് തെസ്സലോനി സഭയ്ക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 4-ാം അധ്യായം 3-ാം വചനത്തിൽ പറയുന്നുണ്ട്, നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മൾ ഈ വചനത്തിൽ വളരെ ശ്രദ്ധയുള്ളവരാകണം. നമ്മൾ അനുഗ്രഹവും ദൈവത്തിൻ്റെ കൃപാവരങ്ങളും നന്മകളെല്ലാം ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതങ്ങളെ കഴുകുവാൻ നമ്മൾ കർത്താവിനെ അനുവദിക്കുന്നുണ്ടോ? കർത്താവിനെ ഹിതകരമല്ലാത്ത പല പുളിപ്പുകളും നമ്മുടെ ജീവിതത്തിൽ പറ്റിപ്പിടിച്ചിരിപ്പില്ലേ? നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ, നമ്മുടെ ഇടപാടുകളിൽ, നമ്മുടെ വ്യാപാരങ്ങളിൽ പലപ്പോഴും ചില പുളിപ്പുകൾ അള്ളിപ്പിടിച്ചിരിക്കുകയാണ്. ഈ പുളിപ്പുകളാണ് നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഒഴുകപ്പെടുന്ന കൃപയെ തടയുന്നത്, നമ്മുടെ ജീവിതങ്ങളിലേക്ക് വ്യാപരിക്കുന്ന ആത്മാവിൻ്റെ ശക്തിയെ നിർവീര്യമാക്കി കളയുന്നത്, നമ്മുടെ ജീവിതങ്ങളിലുള്ള കർത്താവിൻ്റെ സാന്നിധ്യത്തിന് മങ്ങലേൽപ്പിക്കുന്നത്. നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഈ വെള്ളിയാഴ്ചയിൽ നമ്മൾ കർത്താവിൻ്റെ തിരുമുൻപിൽ തുറന്ന മനസ്സോടെ തീരുമാനങ്ങൾ എടുക്കണം. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ അള്ളിപ്പിടിച്ചിരിക്കുന്ന പുളിപ്പുകളെ അവിടുന്ന് കഴുകണമേ, എന്നെ നിർമ്മലനാക്കണമേ, എന്നെ പ്രകാശിപ്പിക്കണമേ, കൃപ കൊണ്ട് എന്നെ മൂടണമേ. നമുക്ക് എത്ര പേർക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാൻ പറ്റും? എൻ്റെ സഹോദരി സഹോദരങ്ങളെ,
പ്രധാനമായും 3 തലങ്ങളിൽ നിന്നാണ് ഈ പുളിപ്പ് നമ്മൾ മാറ്റേണ്ടത്. ഇത് മാറ്റുന്നില്ലെങ്കിൽ കുർബാന നമുക്കൊരു അനുഭവമാവില്ല, പെസഹ നമുക്ക് അനുഭവമാവില്ല. കർത്താവ് കുരിശിൽ നേടിത്തന്ന രക്ഷയുടെ അനുഭവത്തിൽ ജീവിക്കാൻ നമുക്ക് സാധിക്കത്തില്ല. കർത്താവിന്റെ ഉത്ഥാനത്തിന്റെ ആ പവർ ഓഫ് റിസറക്ഷൻ, പരിശുദ്ധാത്മ ശക്തിയിൽ നമ്മുടെ ജീവിതങ്ങൾ പുതുക്കപ്പെടുകയില്ല. ഒന്നാമതായി നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നിന്ന് പുളിപ്പ് മാറ്റണം. പുറപ്പാടിന്റെ പുസ്തകം 13:7 ദൈവത്തിന് തിരുവെഴുത്ത് പറയുന്നുണ്ട്, നിങ്ങളുടെ പക്കൽ പുളിപ്പ് ഉണ്ടാകരുത്. പെസഹ അനുഭവമായി മാറണമെങ്കിൽ നിങ്ങളുടെ പക്കൽ പുളിപ്പുണ്ടാകരുത്. ഇന്ന് നമ്മോടാണ് ഈ ദൂത് കർത്താവിൻ്റെ ആത്മാവ് നൽകുന്നത്. നമ്മുടെ പേഴ്സണൽ ലൈഫ് കർത്താവിന് വിശുദ്ധമാകണം. ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ എന്നെ വല്ലാതെ ചിന്തിപ്പിച്ചൊരു കാര്യമുണ്ട്. നമ്മൾ കുറേ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്നു, കർത്താവിന് വേണ്ടി അധ്വാനിക്കുന്നു, കർത്താവിന് വേണ്ടി നമ്മൾ ഓടുന്നു, കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ കെട്ടുപണിക്ക് വേണ്ടി നമ്മളെല്ലാം ചെലവാക്കുന്നു. നമ്മുടെ സമയം, ആരോഗ്യം, സമ്പത്ത്, കഴിവുകൾ, സാധ്യതകൾ, അവസരങ്ങളെല്ലാം ഇത് വളരെ നല്ലതാണ്. എന്നാൽ ഏറ്റവും പ്രധാനമായ കാര്യമെന്ന് പറയുന്നത് കർത്താവിൻ്റെ ഹൃദയത്തെ ആനന്ദിപ്പിക്കുക എന്നുള്ളതാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാനിപ്പോൾ ഈ വചനം നിങ്ങളുമായി പങ്കുവെക്കുന്നുണ്ട്. ഈ വചനങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുമ്പോൾ യഥാർത്ഥത്തിൽ എന്നെ പ്രതി എൻ്റെ കർത്താവിൻ്റെ ഹൃദയം സന്തോഷിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഈ വചന ശുശ്രൂഷ പ്രയോജനമില്ല. അപ്പോൾ നമ്മുടെ ജീവിതം കണ്ടുകൊണ്ട് കർത്താവിനെ സന്തോഷിക്കാൻ പറ്റണം. നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല പ്രധാനപ്പെട്ട കാര്യം, കർത്താവിനെ സന്തോഷിക്കാൻ പറ്റുന്നുണ്ടോ? എൻ്റെ ജീവിതം കണ്ട് എൻ്റെ കർത്താവ് ആനന്ദിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അതാണ് വിശുദ്ധീകരണത്തിൻ്റെ ജീവിതം. അപ്പോസ്തലനായ പൗലോസ് ഈ സത്യമാണ് സഭയെ പഠിപ്പിക്കുന്നത്. റോമാക്കാർക്ക് ലേഖനം 12:1 പറയാണ്, ആകയാൽ ദൈവത്തിൻ്റെ കാരുണ്യം നിങ്ങൾ അനുസ്മരിപ്പിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, നിങ്ങളുടെ ശരീരങ്ങൾ കർത്താവിന് വിശുദ്ധവും പ്രീതിജനകവുമായ സജീവ ബലിയായി നിങ്ങൾ നിങ്ങളുടെ ശരീരങ്ങളെ സമർപ്പിക്കണം. നിങ്ങളുടെ ശരീരം കർത്താവിന് വിശുദ്ധമാകണം. നമ്മുടെ വ്യക്തിപരമായ ജീവിതം, എൻ്റെ ജീവിതത്തിലേക്ക് കർത്താവ് നോക്കുമ്പോൾ ഈ ജീവിതം കണ്ട് കർത്താവിനെ ആനന്ദിക്കാൻ പറ്റണം. കർത്താവിന് പറയാൻ പറ്റണം, കൊള്ളാം മോനെ, ലവ് യു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, നീ എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞാണ്, നീ എൻ്റെ പൊന്നുമോനാണ്. നമ്മുടെ ജീവിതം കണ്ട് കർത്താവിനെ ആനന്ദിക്കാൻ പറ്റുന്നില്ലെങ്കിൽ എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ഈ ജീവിതം കൊണ്ട് എന്താണ് കാര്യം? ഇതാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, നിങ്ങളുടെ ശരീരങ്ങൾ കർത്താവിന് വിശുദ്ധമാകണം. ശരീരം മാത്രം പോരാ, നമ്മുടെ ഇടപാടുകൾ, നമ്മുടെ ബന്ധങ്ങൾ, നമ്മുടെ വ്യാപാരങ്ങൾ, നമ്മുടെ കുടുംബം, നമ്മുടെ കുടുംബ ബന്ധങ്ങൾ, ഇതെല്ലാം കർത്താവിന് ഏറെ പ്രീതിജനകമാകണം. അപ്പോസ്തലനായ പൗലോസ് വീണ്ടും പറയുന്നുണ്ട്, കൊരിന്ത്യർക്കെഴുതിയ 1 ലേഖനം 3:16-17 വചനങ്ങളാണ്. നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? ദൈവത്തിൻ്റെ ആലയത്തെ നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും, ആലയം നിങ്ങൾ തന്നെ. അപ്പൊ ഈ ശരീരം, ഇതിൽ പുളിപ്പുണ്ടാകരുത്. എൻ്റെ ശരീരത്തിൽ പുളിപ്പ് പറ്റിപ്പിടിച്ചിരിപ്പുണ്ടോ? എൻ്റെ കണ്ണുകളിൽ കർത്താവിനെ സങ്കടപ്പെടുത്തുന്ന കാഴ്ചകള്, കർത്താവിനെ വേദനിപ്പിക്കുന്ന കാഴ്ചകള്, കർത്താവിൻ്റെ സാന്നിധ്യമില്ലാത്ത കാഴ്ചകളുണ്ടെങ്കിൽ എൻ്റെ കണ്ണിൽ പുളിപ്പുണ്ട്. എൻ്റെ കാതിൽ പുളിപ്പ് പിടിച്ചിരിപ്പുണ്ടോ? എൻ്റെ അധരത്തിൽ, എൻ്റെ ശരീരത്തിൽ? എൻ്റെ സഹോദരി സഹോദരങ്ങളെ ശ്രദ്ധിക്കണം. നമ്മുടെ ശരീരം ജീവിക്കുന്ന ദൈവത്തിൻ്റെ സജീവമായ ആലയമാണ്. ഈ ആലയത്തെ ആരെല്ലാം പാപം ചെയ്ത് അശുദ്ധിക്ക് വിട്ടുകൊടുത്ത്, തിന്മയ്ക്ക് വിട്ടുകൊടുത്ത് നശിപ്പിക്കുന്നുവോ അവരെ ദൈവം നശിപ്പിക്കും. നശിപ്പിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഇല്ലാതാക്കി കളയല്ല. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന തകർച്ചകള്, പ്രശ്നങ്ങള്, പ്രതിസന്ധികളൊക്കെ നമ്മുടെ ശുദ്ധീകരണത്തിന് വേണ്ടി ദൈവം അനുവദിക്കുന്നത്. അതാണ് ഇവിടെ ഈ നശിപ്പിക്കുന്നു പറയുന്നത്. നമ്മളെ പ്യൂരിഫൈ ചെയ്യാൻ, നമ്മളെ സാന്റിഫൈ ചെയ്യാൻ കർത്താവ് ചിലപ്പോൾ ചിലതൊക്കെ അനുവദിക്കും. പ്രിയപ്പെട്ടവർ, ഈ സത്യം മനസ്സിലാക്കണം. നമ്മുടെ ജീവിതങ്ങളിൽ പുളിപ്പ് മാറ്റം. നമ്മൾ എന്തുമാത്രം വചനം കേൾക്കുന്നവരാണ്. യൂട്യൂബിലൂടെ എന്തുമാത്രം വചനങ്ങളാണ്, ടെലിവിഷനിലൂടെ
മറ്റു പല ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെയൊക്കെ നൂറുകണക്കിന് വചനങ്ങൾ, പ്രഘോഷണങ്ങളൊക്കെ നമ്മൾ ഒരുപാട് കേൾക്കുന്നുണ്ട്. എന്നാൽ എൻ്റെ സഹോദരി സഹോദരങ്ങളെ, കർത്താവിൻ്റെ നിർമ്മലമായ വചനത്തിന് മുൻപിൽ നമ്മൾ പരിശോധിക്കണം. ഈ കേൾക്കുന്ന വചനങ്ങൾ എൻ്റെ ആത്മാവിൽ ആഴ്ന്നിറങ്ങുവാൻ ഞാൻ എത്രമാത്രം കർത്താവിൻ്റെ വചനത്തെ അനുവദിക്കുന്നുണ്ട്? ഈ വചനങ്ങൾ എന്നെ കീറിമുറിക്കുന്നുണ്ടോ? ഇതെന്നെ രൂപാന്തരപ്പെടുത്തുന്നുണ്ടോ? ഈ വചനങ്ങൾ എന്നിൽ പ്രവർത്തിക്കുവാൻ ഞാൻ വചനത്തെ അനുവദിക്കുന്നുണ്ടോ? നമ്മൾ പരിശോധിക്കണം പ്രിയപ്പെട്ടവരെ. പുളിപ്പില്ലാത്തവരാകണം. ഇത് കർത്താവിന് നിർബന്ധമാണ്. കർത്താവിൻ്റെ ജനം പുളിപ്പില്ലാത്തവരാണ്. പേഴ്സണൽ ലൈഫിൽ നിന്ന്, വ്യക്തി ജീവിതത്തിൽ നിന്ന് പുളിപ്പ് മാറ്റി. നമ്മുടെ ചിന്തകളിലൊക്കെ എന്തുമാത്രം പുളിപ്പുണ്ടെന്നറിയോ? അശുദ്ധി. നമ്മുടെ ചിന്തകളിൽ പലപ്പോഴും പല വിധത്തിലുള്ള മ്ലേച്ഛതകൾ. അതുകൊണ്ട് കർത്താവ് പറയുന്നത് യെശയ്യാ പ്രവചനം 55 നിങ്ങളുടെ ചിന്തകൾ എൻ്റെ ചിന്തകളേതുപോലെയല്ല. ഭയങ്കര വ്യത്യാസമാണ്. വീണ്ടും മാർക്കോസ് 2:8 പറയുന്നുണ്ട്, അവിടെ വിചാരങ്ങളെ മനസ്സിലാക്കി കർത്താവ് ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇപ്രകാരം ചിന്തിക്കുന്നത്? അപ്പോൾ നമ്മുടെ ഓരോ ചിന്തയും കർത്താവ് അറിയുന്നുണ്ട്. കർത്താവേ, നിന്റെ ചോര കൊണ്ട് എൻ്റെ ചിന്തകളെ കഴുകണമേ, എൻ്റെ ചിന്തകളിൽ പുളിപ്പുണ്ടാകരുതേ. നമ്മൾ കർത്താവിനോട് പ്രാർത്ഥിക്കണം. കർത്താവ് കൃപ തരും പ്രിയപ്പെട്ടവരെ. നമ്മുടെ സംസാരത്തിൽ പുളിപ്പുണ്ടാകരുത്. നമ്മൾ പറയുന്ന ഓരോ വാക്കത് നല്ലതാവട്ടെ ചീത്തയാവട്ടെ, കർത്താവ് കേൾക്കുന്നുണ്ട്. മലാക്കി പ്രവചനം 3:16 എടുത്ത് വായിക്കണം നിങ്ങൾ. അവർ പറഞ്ഞത് കർത്താവ് ശ്രദ്ധിച്ചു കേട്ടു. ആ വചനം എല്ലാവരും ശ്രദ്ധിച്ചേ. മലാക്കി പ്രവചനം 3:16 അവർ പറഞ്ഞത് കർത്താവ് ശ്രദ്ധിച്ചു കേട്ടു. ശ്രദ്ധിച്ചു കേട്ടു. നമ്മുടെ ഓരോ വാക്കും കർത്താവ് ശ്രദ്ധിക്കുന്നുണ്ട്. ആര് കേൾക്കുന്നില്ല നമ്മൾ ചിന്തിക്കണേ. അപ്പോൾ ഭാര്യ കേൾക്കുന്നുണ്ടാവില്ല, ഭർത്താവ് കേൾക്കുന്നുണ്ടാവില്ല. മൊബൈൽ ഫോണിലെ അതുപോലെ തന്നെ മറ്റു പല വിധത്തിലൊക്കെ നമ്മൾ സംസാരിച്ച ചില സംഭാഷണങ്ങളിലെ രഹസ്യ സംഭാഷണങ്ങൾ ആരറിയുന്നില്ലെന്ന് ചിന്തിച്ച് നമ്മൾ പറയുന്ന ചില വാക്കുകൾ കർത്താവ് ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ട്. ഇവിടെയൊക്കെ നമ്മൾ പുളിപ്പ് മാറ്റണം ദൈവമക്കളെ. നമ്മുടെ വ്യക്തിപരമായ ജീവിതം കർത്താവിന് വിശുദ്ധമാകണം. നമ്മുടെ ജീവിതം കണ്ട് നമ്മുടെ കർത്താവിനെ ആനന്ദിക്കാൻ പറ്റണം. രണ്ടാമത്, നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് പുളിപ്പ് മാറ്റണം. പുറപ്പാട് പുസ്തകം 12:15 പറയുന്നുണ്ട്, നിങ്ങളുടെ വീടുകളിൽ നിന്ന് പുളിപ്പ് നീക്കം ചെയ്യണം. നമ്മുടെ ഭവനങ്ങളിൽ നിന്ന്. നമ്മുടെ ഭവനങ്ങൾ കർത്താവ് വസിക്കുന്ന ഇടമാണ്. കർത്താവിൻ്റെ റെസ്റ്റിംഗ് പ്ലേസ് ആണ്. ഓരോ ക്രൈസ്തവ കുടുംബവും കർത്താവിൻ്റെ വിശ്രമ സ്ഥലമാണ്. കർത്താവിൻ്റെ റെസ്റ്റിംഗ് പ്ലേസ്, കർത്താവ് വാഴുന്ന ഇടം, കർത്താവ് വസിക്കുന്ന ഇടം. നിയമാവർത്തന പുസ്തകം 23:14 പറയുന്നുണ്ട്, നിന്നെ സംരക്ഷിക്കുവാൻ, നിന്നെ പരിപാലിക്കുവാൻ നിന്റെ കൂടാരത്തിലൂടെ ഞാൻ സഞ്ചരിക്കുന്നുണ്ട്. നമ്മുടെ കുടുംബങ്ങളിലൂടെ കർത്താവ് ഉലാത്തുന്നുണ്ട്. ആ ഏദൻ തോട്ടത്തിൽ ഉലാത്തിയ അതേ കർത്താവ് നമ്മുടെ കുടുംബങ്ങളിലൂടെ ഉലാത്തുന്നുണ്ട്. എന്നാൽ ദൈവത്തിന് തിരുവെഴുത്ത് പറയാണ്, നിന്റെ കൂടാരത്തിൽ, നിന്റെ പാളയത്തിൽ കർത്താവിന് ഹിതകരമല്ലാത്ത, ശുചിത്വമില്ലാത്ത എന്തെങ്കിലും കണ്ട് അവിടുന്ന് നിന്നെ വിട്ടു പോകാതിരിക്കാൻ നിന്റെ പാളയത്തെ, നിന്റെ കൂടാരത്തെ നീ പരിശുദ്ധമായി സൂക്ഷിക്കണം. ഹല്ലേലൂയ. ഇത് കർത്താവ് നൽകുന്ന വ്യവസ്ഥയാണ് പ്രിയപ്പെട്ടവരെ. നമ്മുടെ കുടുംബങ്ങൾ ബ്ലെസ്സഡ് ആകാൻ, നമ്മുടെ കുടുംബങ്ങളിൽ ദൈവകൃപ നിറഞ്ഞൊഴുകാൻ, നമ്മുടെ കുടുംബങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ ഭവനങ്ങളായി രൂപപ്പെടാൻ ദൈവത്തിന് വചനം തരുന്ന വ്യവസ്ഥ എന്താണ്? നമ്മുടെ കുടുംബങ്ങളെ പരിശുദ്ധമായി സൂക്ഷിക്കണം. പുളിപ്പുണ്ടാകരുത്. കുടുംബങ്ങളിൽ നിന്ന് ചീത്ത പിടിക്കുക, തെറി പറയുക, ശാപവാക്കുകൾ പറയുക, അശുദ്ധമായ കാര്യങ്ങൾ കാണുക, അശുദ്ധമായ കാര്യങ്ങൾ പ്രവർത്തിക്കുക, തിന്മ നിരൂപിക്കുക, പരസ്പരം കലഹിക്കുക, അടികൂടുക, ബഹളം വയ്ക്കുക, ചീത്ത വിളിക്കുക, തെറി വിളിക്കുക, ഇങ്ങനെയുള്ള വാക്കുകളാൽ നമ്മുടെ കുടുംബങ്ങൾ മലിനപ്പെടുമ്പോൾ ആ കുടുംബങ്ങളിൽ പിശാചിന്റെ സാന്നിധ്യമാണുള്ളത്, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമല്ല. നമ്മുടെ കർത്താവ് പറഞ്ഞു, മത്തായി സുവിശേഷം 24 പറയുന്നുണ്ട്, ശവമുള്ളിടത്ത് കഴുകന്മാർ വന്നുകൂടും. എവിടെ പാപമുണ്ടോ അവിടെ പിശാചുണ്ട്, അവിടെ കർത്താവിന്റെ സാന്നിധ്യമില്ല. എവിടെ അശുദ്ധിയുണ്ടോ അവിടെ പിശാചാണുള്ളത്.
എവിടെ ജഡീകതകളും തിന്മകളുമുണ്ടോ അവിടെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമില്ല, അവിടെ പിശാചിന്റെ പ്രവർത്തനമാണുള്ളത്. നമ്മുടെ കുടുംബങ്ങൾ പലപ്പോഴും ഇന്ന് താറുമാറായി പോകുന്നതിന് കാരണം ഇതുപോലെ പിശാചിനെ പിടിയിൽപ്പെട്ടിരിക്കുകയാണ്. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ഹൃദയ തകർച്ചയോടെ ചങ്ക് പൊട്ടി കർത്താവിനോട് പറയണം, കർത്താവേ, എൻ്റെ കുടുംബത്തിൽ നിന്ന് സകല പുളിപ്പുകളെ നീക്കം ചെയ്യണമേ, എൻ്റെ ഭവനത്തിലേക്ക് അങ്ങ് വരണമേ. നമുക്ക് എത്ര പേർക്ക് കർത്താവിനോട് പറയാൻ പറ്റും? നമ്മുടെ കുടുംബം കർത്താവിന് പരിശുദ്ധമാകണം. കർത്താവിന് യോഗ്യമല്ലാത്തതൊന്നും നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാകരുത്. മാതാപിതാക്കൾക്ക് ഇതിൽ നിർബന്ധ ബുദ്ധി ഉണ്ടാകണം. നമ്മുടെ മക്കളുടെ കാര്യത്തിൽ, സഹോദരി സഹോദരങ്ങളുടെ കാര്യത്തിൽ ജീവിത പങ്കാളികൾ പരസ്പരം വളരെ ശ്രദ്ധയുള്ളവരാകണം. നമ്മുടെ കുടുംബങ്ങളുടെ ആത്മരക്ഷയെക്കുറിച്ചുള്ള ഒരു കൺസേൺ നമുക്കുണ്ടാകണം. എന്തെങ്കിലും ആയിക്കോട്ടെ, എങ്ങനെയെങ്കിലും ആയിക്കോട്ടെ എന്നുള്ള ഒരു നിസ്സംഗതയാർ നിലപാട് നമ്മൾ എടുത്തു മാറ്റണം. നമ്മുടെ കുടുംബത്തിൻ്റെ രക്ഷ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ കുടുംബാംഗങ്ങളുടെ നിത്യജീവൻ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മളതിൽ ശ്രദ്ധയുള്ളവരാകണം. കുടുംബത്ത് പുളിപ്പ് മാറ്റി കുടുംബത്ത് കർത്താവ് അനുഗ്രഹിക്കും. തീമതിലായി തീക്കോട്ടയായി നമ്മുടെ കുടുംബങ്ങൾക്ക് ചുറ്റും കർത്താവ് നിലയുറപ്പിക്കും. ഒരു തിന്മയ്ക്കും നമ്മുടെ കുടുംബത്തെ അടിക്കാൻ പറ്റത്തില്ല. ഒരു അന്ധകാരാധിപത്യ ശക്തിക്കും നമ്മുടെ കുടുംബങ്ങളെ തകർക്കാൻ പറ്റത്തില്ല. കാരണം അതിന് പൊതിഞ്ഞു നിൽക്കുന്നത് സർവശക്തനും സർവാധിപനുമായ കർത്താവ് തന്നെയാണ്. മൂന്നാമത് പുളിപ്പ് മാറ്റേണ്ടത് നമ്മുടെ ഇടപാടുകളിൽ, ബന്ധങ്ങളിലാണ്. പുറപ്പാട് പുസ്തകം 13:7 പറയുന്നുണ്ട്, നിങ്ങളുടെ നാട്ടിൽ നിന്നും പുളിമാവ് ഉണ്ടാകരുത്. നമ്മുടെ വ്യാപാരങ്ങൾ, നമ്മുടെ ഇടപാടുകൾ, നമ്മുടെ ബന്ധങ്ങൾ, നമ്മളായിരിക്കുന്ന മണ്ഡലങ്ങൾ, നമ്മുടെ തൊഴിൽ മേഖലകൾ, വരുമാന മാർഗങ്ങൾ, ഇതിലൊന്നും പുളിപ്പുണ്ടാകരുത്. പുളിപ്പ് പറ്റിപ്പിടിച്ചിരിക്കാൻ അനുവദിക്കരുത്. കർത്താവിൻ്റെ വചനത്തിന് മുൻപിൽ നമ്മൾ പരിശോധിക്കണം. കർത്താവേ, എൻ്റെ ബന്ധങ്ങളിൽ പുളിപ്പുകളുണ്ടോ? കർത്താവേ, എൻ്റെ ഇടപാടുകളിൽ, എൻ്റെ വ്യാപാരങ്ങളിൽ, ഞാൻ വ്യാപരിക്കുന്ന മണ്ഡലങ്ങളിൽ കർത്താവേ, അങ്ങേക്ക് ഹിതകരമല്ലാത്ത പുളിപ്പുകൾ പറ്റിപ്പിടിച്ചിരിപ്പുണ്ടോ? കർത്താവേ, ജ്ഞാനം തരണമേ, ജ്ഞാനം തരണമേ, ജ്ഞാനം തരണമേ നിലവിളിച്ച് പ്രാർത്ഥിക്കും. നമ്മുടെ വരുമാന മാർഗങ്ങളിൽ, തൊഴിൽ മേഖലകളിൽ പുളിപ്പുകൾ പറ്റിപ്പിടിച്ചിരിപ്പുണ്ടോ? കർത്താവില്ലാത്ത ബിസിനസ് നമുക്കെന്താ? ദൈവഹിതത്തിന് വിരുദ്ധമായ ഒരു ലാഭവും ഒരു നേട്ടവും എനിക്ക് വേണ്ട എന്ന് തീരുമാനമെടുക്കാൻ ക്രൈസ്തവരായി നമുക്ക് സാധിക്കണം. കാരണം ബിസിനസ്സിനേക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് നമ്മുടെ വിശ്വാസം, നമുക്ക് നമ്മുടെ കർത്താവ്, പ്രിയപ്പെട്ട കർത്താവ്. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ഈ 3 തലങ്ങൾ, വ്യക്തിജീവിതം, കുടുംബം, നമ്മൾ വ്യാപരിക്കുന്ന പ്രതലങ്ങൾ കർത്താവിന് വിശുദ്ധമാകണം. നമ്മുടെ ജീവിതങ്ങൾ ഇപ്രകാരം ക്രമപ്പെടുത്തുമ്പോൾ പെസഹ നമുക്ക് അനുഭവമാകും, കുർബാന അനുഭവമാകും, കർത്താവിൻ്റെ ജീവനുള്ള സാന്നിധ്യം അനുഭവമാകും. കർത്താവിന് കൃപയുടെ സമൃദ്ധിയാൽ നമ്മൾ നിറയപ്പെടും, കർത്താവിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടും. കർത്താവിൻ്റെ വചനത്തിന് ശക്തി കൊണ്ട് നമ്മളെല്ലാം പുതിയപ്പെടും. ഈ ഒരു അനുഭവത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ ഈ സോപ്പ് കൊണ്ട് എന്നെ പൗത്രീകരിക്കണമേ, ഞാൻ നിർമ്മലനാകും. കർത്താവേ, എന്നെ കഴുകണമേ, കർത്താവേ, എന്നെ കഴുകണമേ, കർത്താവേ, എന്നെ കഴുകണമേ. ചങ്ക് പൊട്ടി കർത്താവിനോട് നിലവിളിക്കുമ്പോൾ അവൻ്റെ തിരുച്ചോര കൊണ്ട് അവൻ നമ്മളെ കഴുകി ശുദ്ധീകരിച്ച് കർത്താവ് അവിടത്തേതാക്കി നമ്മളെ മാറ്റും. നമുക്കതിനായി ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. നിങ്ങൾക്കെല്ലാവർക്കും പെസഹയുടെയും ദുഃഖവെള്ളിയെയും കർത്താവിൻ്റെ ഉത്ഥാന തിരുനാളിൻ്റെയും നന്മകൾ ആശംസിക്കുകയാണ്. പവർ ഓഫ് റിസറക്ഷൻ, കർത്താവിൻ്റെ ഉത്ഥാന ശക്തിയിൽ ജീവിക്കുക, അതാണ് ക്രിസ്തീയ ജീവിതം. അതിനായി നമ്മെല്ലാവരെയും ഈശോ സഹായിക്കട്ടെ. വ്യക്തിപരമായ നമ്മുടെ നിയോഗങ്ങളെയും കുടുംബത്തിൻ്റെ സകല ആവശ്യങ്ങളും നമ്മെ ഓരോരുത്തരെയും നമ്മുടെ കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. അടുത്ത ആഴ്ചയിൽ ദൈവം നമ്മൾ ധ്യാനിക്കുന്നത് ക്രൈസ്തവന്റെ 3 മുഖമുദ്രകൾ. പ്രാർത്ഥിച്ചൊരുങ്ങി ഈ ശുശ്രൂഷയിലേക്ക് നമുക്കെല്ലാവർക്കും കടന്നു വരാം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം